എന്നാലും ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയുന്നത് എൻ്റെ അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറയും. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. പിണറായി വിജയന്റെ കേരളത്തിൽ ഒരു കുട്ടിക്ക് ജാതി വിവേചനമേറ്റതാണ് അഖിൽ മാരാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാക്കണം, ഈ സംഘി ചാണകം തീനികള്, തീട്ടം തീനികള്, BJP-കാരി ഭരിക്കുന്ന സംസ്ഥാനങ്ങള് ദിവസവും 100 ന്യൂസുകളാണ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. BJP-കാരും ഉന്നത കൊലകളും ചെയ്യുന്നത് ജാതീയതയല്ല, വർഗീയതയല്ല, വിവേചനമല്ല, അതെല്ലാം ഡെവലപ്മെന്റ് ആയിട്ടാണ് മാരാറ് കാണുന്നത്. കണ്ണൂർ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിചാരിക്കുന്ന ഇതുപോലുള്ള ചരിത്രമറിയാത്ത കോവർ കഴുതകളാണ് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതായത് ജാതി വെറിവുണ്ട് അധ്യാപകന്മാരെ വേഷമിട്ട തെമ്മാടി കൂട്ടങ്ങള്. നിതിൻ എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം ചെയ്ത് കൊന്നുകളഞ്ഞു. ഒരു കൂലിപ്പണിക്കാരന്റെ മകനെ ഈ ജാതി വെറിവുണ്ട നരഭോജികള്, മത തീവ്രവാദികള് വിളിച്ചത് പുഴുത്ത പട്ടി എന്നാണ്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകന് കൊടുക്കേണ്ടത്, പുഴുവരിച്ച തലച്ചോറുള്ള ഈ നികൃഷ്ട ജീവിക്ക് കൊടുക്കേണ്ടത്, ഒരു കൊലക്കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ കൊടുക്കേണ്ടത് അതേ ശിക്ഷ തന്നെയാണ്. ഇതിൽ മറ്റൊരു കേസ് എന്നാന്ന് വെച്ചാൽ, ഇതുവരെ ഉന്നത കുലരെ കുല കെട്ടി ആടിക്കൊണ്ടിരുന്ന BJP-കാര് ഇപ്പൊ കേരളത്തിൽ മാനേജ്മെന്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മനസ്സിലാക്കണം, BJP വന്നത് പിന്നെ 2014 ശേഷം 67% ഇന്ത്യയിൽ ജാതീയത ഇതുപോലുള്ള ഇൻസിഡന്റുകൾ പെരുകിയിരിക്കുന്നത്. ഇതിനൊക്കെ കുലം കുത്തിക്കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നതും BJP-കാരാണ്. എന്നിട്ട് ഈ നാണം കെട്ട ജന്തുക്കള് കേരളത്തിൽ കുറച്ച് വോട്ട് പിച്ചയായിട്ട് കിട്ടൂലോ എന്നോർത്തിട്ടാണ് ഇപ്പൊ ഈ കേസ് കയറി പിടിച്ചിരിക്കുന്നത്. അതായത് ഇവരുടേതായ ആശയത്തിൽ നിന്ന് തന്നെ ഇവർ വ്യതിചലിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം, ഒരു തന്തയ്ക്ക് പറയുന്ന സ്വഭാവം ഇവരുടെ ആശയങ്ങളിലില്ല, ഇവരുടെ പ്രവൃത്തിയിലില്ല. പൊട്ട മാത്തയിലെറിയും പോലെ എന്ത് തന്തയില്ലായ്ക കാണിച്ചാലും കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് മാത്രമാണ് BJP-യുടെ ലക്ഷ്യം. അതുപോലെ ഇന്റേണൽ മാർക്ക് കൊടുക്കില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ആ കുട്ടിയുടെ സഹപാഠികളെ പോലും മൃതദേഹം കാണിക്കാൻ വിട്ടില്ല ഇവന്മാര്. ജാതി വെറി പൂണ്ട ജന്തുക്കളുടെ ആ ബിൽഡിംഗ് തന്നെ ഇടിച്ച് നിരത്തി കളയണം. മനുഷ്യന് മനുഷ്യന്റെ വില കൽപ്പിക്കാൻ അറിയില്ലാത്ത ജന്തുക്കളെല്ലാം കൊന്നുകളയണം. ഇതുപോലുള്ള പുഴുത്ത മത തീവ്രവാദികളെ കേരളത്തിൽ ആവശ്യമില്ല. ഈ നാണം കെട്ട പുഴുവരിച്ച ജന്തുക്കൾക്ക് നമ്മുടെ തലമുറകളെ തമ്മിൽ അടുപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇതുപോലുള്ള കേസുകളിലെ പ്രതികളെ ജീവനോടെ വെച്ചേക്കല്ല്. കാരണം നമ്മുടെ നാടിന്റെ ഭാവിക്ക് ആപത്താണ് ഇവന്മാരെയൊക്കെ കിട്ടണ കേസിന് പ്രതിയാക്കി അകത്തുകൊണ്ടിടുക, കൊന്നുകളയാന്നിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ 100 തലമുറകള് ഇവന്മാരെ പോലെ പേ പിടിച്ച് ജീവിക്കേണ്ടവരും. അവസാനം നമ്മുടെ എല്ലാ ഇവന്മാരെയൊക്കെ കാൽ കീഴിക്കൊണ്ട് അടിയറവ് വെക്കേണ്ടവരും, അടിമകളായിട്ട് ജീവിക്കേണ്ടവരും. ഈ നരവാഴകളുടെ ജീർണിച്ച അവസ്ഥയല്ല നമ്മുടെ സമൂഹത്തിന് ഇനിയുള്ള കാലം വേണ്ടത്. ഇവിടെ യുക്തിയും ബുദ്ധിയുള്ള ഒരു പുതു തലമുറയാണ് വേണ്ടത്. പേ പിടിച്ച ജന്തുക്കളെ, മതഭ്രാന്തന്മാരെ തല്ലി ഓടിക്കുക, അകറ്റി നിർത്തുക, നശിപ്പിച്ചു കളയുക.